കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട 6.68 കോടിയുടെ കൊക്കൈനുമായി കെനിയൻ പൗരൻ പിടിയിലായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു സംഭവം. ഗായത്രി തന്നെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഗായത്രി, 7 കോടിയോടടുപ്പിച്ച രൂപയുടെ കൊക്കൈൻ വേട്ടയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരണമുണ്ടോ? കാവ്യ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണ് എന്തായാലും നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ പ്രതിയുടെ റിമാൻഡ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞ 19-ാം തീയതി തന്നെ ഇയാളെ പിടികൂടിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇയാൾ കെനിയൻ സ്വദേശിയായിട്ടുള്ള മിഷേൽ എൻഗംഗ എന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു രാസലഹരി കൊക്കെയിൻ കടത്തുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാകുന്നത്. ഏകദേശം 6 കോടിക്ക് മേലെ വില വരുന്ന 6.68 കോടി രൂപയോളം വില വരുന്ന കൊക്കെയിൻ ശേഖരമാണ് ഇയാളുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്. അതായത് ഗുളികകളാക്കി വിഴുങ്ങിയ രൂപത്തിലായിരുന്നു ഈ ഒരു കൊക്കെയിൻ ശേഖരം ഉണ്ടായിരുന്നത്. സംശയം തോന്നി ഉദ്യോഗസ്ഥർ, DRI ഉദ്യോഗസ്ഥർ ഇയാളെ പരിശോധിക്കുകയും ഇയാളുടെ ഒരു എക്സ്റേ പരിശോധന നടത്തിയപ്പോഴാണ് വയറ്റിൽ ഇത്തരത്തിൽ ഗുളികകൾ ഉണ്ടായി കണ്ടെത്തിയത്. അങ്ങനെ 50 ഗുളികകളാണ് ഇയാളുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഈ ഗുളികകൾ പുറത്തെടുക്കുകയായിരുന്നു. അതിൽ നിന്ന് 668 ഗ്രാം കൊക്കെയിനാണ് ഈ 50 ക്യാപ്സ്യൂളുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ടുള്ളത്. 668 ഗ്രാം കൊക്കെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു ലഹരി വേട്ട എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 7 കോടിയോളം രൂപ വിലമതിക്കുന്ന രാസലഹരിയുടെ ശേഖരം, ആ ഒരു കടത്താണ് ഈ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് നടന്നിരിക്കുന്നത്. 19-ാം തീയതി ഇയാൾ പിടിയിലാകുന്നു. തുടർന്ന് ഇത്രയും ദിവസം എടുത്തു ഇയാളുടെ വയറ്റിൽ നിന്ന് ഈ മരുന്നുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും ഇതിന് കൃത്യമായ കണക്കുകൾ പുറത്തു വരുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുടർന്ന് കൃത്യമായ രേഖകൾ, കണക്കുകളെല്ലാം ലഭ്യമായതിനു ശേഷം ഇന്നലെയോടുകൂടിയാണ് ഇയാളുടെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇയാൾ ഒരു എത്യോപ്യയിൽ നിന്നാണ് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എത്യോപ്യയിൽ നിന്നെത്തി മരുന്ന് അല്ലെങ്കിൽ കൊക്കെയിൻ കടത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളുടെ ഒരു മൊത്തത്തിലുള്ളൊരു ബിഹേവിയറിൽ, ഒരു പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കൊക്കെയിൻ വേട്ട നടക്കുന്നത്. ഇതിനാൽ തന്നെ ഈ ഒരു കൂടുതൽ പരിശോധനകൾ ശക്തമാക്കാനാണ് എന്തായാലും അധികൃതർ കൊച്ചിയിലാകമാനവും ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലുള്ള കൂടുതൽ പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇയാളത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, മറ്റാരെങ്കിലും ഈ ഒരു രാസലഹരി കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം കൂടുതൽ നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ഇയാളൊരു കാരിയർ ആണോ, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് അധികൃതർ. എന്തായാലും 668 ഗ്രാം കൊക്കെയിൻ, സമീപകാലത്തെ കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ കൊക്കെയിൻ വേട്ട എന്ന് തന്നെ ഈ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കഴിഞ്ഞ 19-ാം തീയതി ഈ ഒരു കെനിയൻ പൗരൻ പിടിയിലാകുന്നതിൽ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത് എത്രത്തോളം ആർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുവന്നു, എവിടെയൊക്കെ കൈമാറുവാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള അന്വേഷണങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വഴിവെക്കും. എന്തായാലും അതിനനുസരിച്ചുള്ള കൂടുതൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നാണ് കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുള്ളത്. ശരി, ഗായത്രി സത്യദേവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.